ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജൂലൈ 12, 13, 14 തീയതികളിൽ മുക്കത്ത് നടക്കും. പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 12, 13, 14 തീയതികളിൽ മുക്കത്ത് നടക്കുന്ന ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യമായാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിന് മുക്കം വേദിയാവുന്നത്. TP ദാസൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. അഗസ്ത്യൻമുടി തൊണ്ടിമൽ റോഡിൽ നിന്നും ആരംഭിക്കുന്ന യുവജന റാലിയിൽ ജില്ലയിലെ 3500 യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നായി 25,000-ഓളം വരുന്ന യുവജനങ്ങൾ പങ്കെടുക്കും. പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജെയ്ക് C. തോമസ്, സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. മഴയും പ്രതികൂല കാലാവസ്ഥയെല്ലാം ഉണ്ടെങ്കിലും ഡിവൈഎഫ്ഐ സമ്മേളനം ആവേശകരമായി നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യം 12-ാം തീയതി പ്രകടനവും പൊതുസമ്മേളനമാണ്. 12, 13, 14 സമ്മേളനം. 12-ാം തീയതി പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി നമ്മുടെ ജില്ലയിലെ ഏതാണ്ട് 4 ലക്ഷത്തോളം വരുന്ന യുവജന മെമ്പർഷിപ്പുള്ള സംഘടന എന്ന നിലയിൽ 3500 യൂണിറ്റുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പ്രകടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു 25,000 ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംഘടനാപരമായിട്ടുള്ള തീരുമാനം ആ നിലയിലാണ്. അഗസ്ത്യമുഴി തൊണ്ടിമൽ റോഡിൽ നിന്ന്, തൊണ്ടിമൽ ഭാഗത്തു നിന്ന് പ്രകടനമായി വിവിധ ബ്ലോക്കുകളുടെ ബാനറിന്റെ കീഴിൽ അണിനിരന്ന് ഒരു 5:30 പ്രകടനം KK സ്മാരകത്തിൽ അടുത്തുള്ള ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐയുടെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള കഴിഞ്ഞ ദിവസം അന്തരിച്ച TP ദാസേട്ടന്റെ നാമധേയത്തിലുള്ള നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് എ റഹീം, കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിക്കുന്ന സഖാവ് ജെയ്ക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട സഖാക്കൾ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 13, 14 തീയതികളിൽ MMO OSA ഓഡിറ്റോറിയത്തിലെ പുഷ്പൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ 17 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 400 പ്രതിനിധികൾ പങ്കെടുക്കും. സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, ട്രഷറർ SR അരുൺ ബാബു, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ M. വിജയൻ MLA, ഗ്രീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവരും പങ്കെടുക്കും. 14-ാം തീയതി പൊതുസമ്മേളനത്തോടെ സമ്മേളന നടപടികൾ പൂർത്തീകരിക്കും. മൂന്നാമത്തെ ദിവസവും പ്രതിനിധി സമ്മേളനമാണ്. പ്രതിനിധി സമ്മേളനം ഒരു 400 പ്രതിനിധികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 400 പ്രതിനിധികളാണ്. നേരത്തെ പറഞ്ഞ 4 ലക്ഷത്തോളം വരുന്ന യുവജന മെമ്പർഷിപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഈ 2 ദിവസമായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആ സമ്മേളനം ഓർഫനേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒരു 9:30 മണിക്ക് ആരംഭിക്കും. 9:30 മണിക്ക് പതാക ഉയർത്തുന്നതിന് തൊട്ട് മുമ്പായി മത്തായി ചാക്കോ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നും ദീപശിഖ അത്ലറ്റുകൾ കൈമാറി ഇവിടെ എത്തിക്കും. ദീപശിഖ അവിടെ തെളിയിക്കും, പതാക ഉയർത്തും. പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമ്മേളനം എല്ലാ നിലയിലും പുതിയ ഭാരവാഹികൾ ഉൾപ്പെടെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് സമ്മേളനം അവസാനിക്കുക. എല്ലാ നിലയിലും ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് മുഴുവൻ ബഹുജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ T. വിശ്വനാഥൻ, വൈസ് ചെയർമാൻ ലിൻഡോ ജോസഫ്, കൺവീനർ ദീപു പ്രേംനാഥ്, ട്രഷറർ VK വിനോദ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി AP ജാഫർ ഷെരീഫ്, ജില്ലാ കമ്മിറ്റി അംഗം E. അരുൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.